ഒത്തിരി 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 സ്വപ്നങ്ങൾ ഒത്തിരി 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 സ്വപ്നങ്ങൾ പൂഞ്ചെട്ടിലൊളിച്ചു കളി കൈനറ്റിക് ഹോണ്ട ചേച്ചിയുടെ ഒരു എന്താ പറയാ ഒരു സീനിയറിന്റെ കൂടെ ഒരുപാട് മെമ്മറീസ് ഉണ്ട് ആ മൂവിയിൽ. കൊണ്ടുവന്ന് വിട്ടതിനല്ല ജീവൻ തിരിച്ചു തന്നത്. ബാലധാരയായിട്ട് അഭിനയിക്കുമ്പോ ചേച്ചിയുടെ ചെറുപ്പക്കാലം ഞാൻ ആയിരം മേനി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിരുന്നു. ചേച്ചിയുടെ ചെറുപ്പക്കാലം ഞാൻ ആയിരം മേനി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിരുന്നു. എവിടെയോ എന്തോ ഒരു തകരാറും. ഇപ്പോഴും ഒരു ഷോട്ട് ഉണ്ട് വേറെ ആ വിളക്കിന്റെ ഗ്ലോയില് ഹി സീസ് മനോജന്റെ ക്യാരക്ടർ സീസ് മായമ്മ. ഇപ്പോഴും there is no makeup, there's absolutely no makeup in that movie. അതിലാകെ ഈ കുങ്കുമം ടിപ്പിക്കൽ ബലൻ സാറിന്റെ മൂവീസിലെ ആ ഒരു സ്ത്രീ സൗന്ദര്യത്തിന്റെ ഇതില്ലേ. And your curly hair all contributed actually. That's all. ആ കുങ്കുമം കൺമഷി and that is all. ഒരു പ്രമുഖ സംവിധായകൻ ഞാൻ ഈ പറഞ്ഞ ആള് ദിവ്യൗണി അല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പോലും യു വർ ലൈക് ജസ്റ്റ് ഗ്രാബ്ഡ് ഇൻടു സം കോൺട്രവേഴ്സീസ് ഒരു നായകനെ അപ്പം അഭിനയിക്കില്ല എന്ന്. ബട്ട് ദെൻ ഓഫ് കോഴ്സ് there were rumors and people like to talk about. My thing is എന്തിനാ അങ്ങനെ ഇനി ഓൾറെഡി ഉള്ളതെന്ന് ഇനി രണ്ടാക്കണം എന്തിനാ? അതെന്താണാവോ എന്ന് വിചാരിച്ചിരുന്നോട്ടെ. ആക്ച്വലി ഐ ഹവ് ചോസൺ സൈലൻസ് ത്രൂ ഔട്ട്. ഇഫ് യു ലുക്ക് അറ്റ് മീ, ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിന് ഒരു റിയാക്ഷനും ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷേ എൻ്റെ അടുത്ത് തന്നെ രണ്ടഭിപ്രായങ്ങൾ വരാറുണ്ട് ഫ്രം മൈ നിയർ ആൻഡ് ഡിയർ വൺസ് ദാറ്റ് ഇറ്റ് ഇസ് എ ഗുഡ് തിങ്, ഇറ്റ് ഇസ് നോട്ട് എ ഗുഡ് തിങ്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് സല്ലാപം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം വളരെ വിശേഷപ്പെട്ട ഒരു അതിഥി തന്നെയാണ്. മലയാളികൾക്ക് എല്ലാം സുപരിചിതയായ, യാതൊരു ഇൻട്രൊഡക്ഷൻ്റെയും ആവശ്യമില്ലാത്ത, നമ്മളെ 90s നമ്മളെല്ലാവരെയും ത്രസിപ്പിച്ച് നമ്മളെ മോഹിപ്പിച്ച് നമ്മുടെ പ്രിയങ്കരിയായ മലയാളികളുടെ സ്വന്തം ദിവ്യ ഉണ്ണി. ദിവ്യ ചേച്ചി, ഹാർട്ടി വെൽക്കം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരുപാട് നാളായില്ലേ കണ്ടിട്ട്? അതെ, ഒരുപാട് നാളായി. ബാലധാരയായിട്ട് അഭിനയിക്കുമ്പോ ചേച്ചിയുടെ ചെറുപ്പക്കാലം ഞാൻ ആയിരം മേനി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിരുന്നു. ഐ.വി. ശശി സാറിന്റെ അല്ലെ, അതിലൊരു ആട്ടിൻകുട്ടിയൊക്കെ ഇട്ടിട്ടുള്ള വളരെ നല്ലൊരു ക്യാരക്ടറായിരുന്നു ചേച്ചിക്ക്, മനോജ് ഏട്ടന്റെ ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പൊ പിന്നെ പ്രണയവർണ്ണങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ മഞ്ജു ചേച്ചിയുടെ ഒപ്പമായിരുന്നു കോമ്പിനേഷൻസ് ഒക്കെ. പിന്നെ പ്രണയവർണ്ണങ്ങളെ കുറിച്ച് പറയുമ്പോൾ തന്നെ ദിവ്യ ചേച്ചിയുടെ ഒരു സിഗ്നേച്ചർ റോൾ, ഒരു മായ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ, അന്നത്തെ എനിക്ക് തോന്നുന്നു അന്നത്തെ പെൺകുട്ടികളുടെ ഒരു സ്വപ്നമായിരുന്നു മായ. അത്രയും ഫ്രീഡം, അത്രയും ഇപ്പോഴത്തെ കുട്ടികൾക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാം ഇപ്പോഴും ആഫ്റ്റർ ഓൾ ദീസ് ഇയേഴ്സ്. പക്ഷെ അന്ന് കാലത്ത് ആ സിനിമ ഇറങ്ങിയ സമയത്ത് അതൊരു സെൻസേഷൻ തന്നെയായിരുന്നു. സോ എന്താണ് ആ ഓർമ്മകൾ, ആ ചിത്രത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ? ചിത്രത്തിനെ കുറിച്ച് നല്ല ഓർമ്മകൾ തന്നെയായിരുന്നു. ട്രിവാൻഡ്രത്തായിരുന്നു ഷൂട്ടിങ്. അത് എനിക്ക് ഞാനും എൻ്റെ ലൈഫിലെ ആ ഒരു കോളേജ് ഗോയിങ് ഫേസിൽ തന്നെയായിരുന്നു. അപ്പം എനിക്ക് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ഏജ് ആയിരുന്നു. ഞാൻ കോളേജിൽ സെൻറ്റ് ജോസഫിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെയായിരുന്നു. പക്ഷേ അറിയാലോ, ഷൂട്ടിങ് കാരണം നമുക്ക് അങ്ങനെ എപ്പോഴും ഒന്നും പോകാൻ പറ്റില്ല കോളേജ്. അപ്പോൾ അപ്പോൾ ഈ അവിടുത്തെ കോളേജും അതിൻ്റെ ക്ലാസ് റൂമുകളും പിന്നെ എന്താ പറയുക, ആ ഒരു ആംബിയൻസിൽ നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തിരുന്നു. പിന്നെ എൻ്റെ കരിയറിലാണെങ്കിലും അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റോളായിരുന്നു. അതുവരെയും ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിയിരുന്നത് ഒരു ഹോംലി ആയിട്ടുള്ള ഒരു നാടൻ റോളുകളായിരുന്നു. അപ്പൊ എനിക്കും ഒരു ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ മേക്ക് ഓവർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ടൈറ്റിൽ സോങ് ഒത്തിരി 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 സ്വപ്നങ്ങൾ അല്ലേ, അതൊരു എത്രയോ കാലം പെൺകുട്ടികൾ നെഞ്ചിലേറ്റിയ ഒരു പാട്ടായിരുന്നു. ആൻഡ് ആ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു നായിക, വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു നായിക. സോ ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി യുനോ ഒരു ഗ്രേറ്റ് എന്താ പറയാ, ഒരു നല്ല പിക്ചർ ആയിരുന്നു ചേച്ചിയെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും. ആൻഡ് ഇറ്റ് വാസ് ഡിഫറെന്റ് ഫോർ മീ ഓൾസോ. കാരണം ഞാൻ എന്നെ അങ്ങനെ പ്രസന്റ് ചെയ്തിട്ടില്ല ഇതിനു മുമ്പ് മൂവീസിൽ, ആ ഒരു അത്രയും മോഡേൺ കോസ്റ്റ്യൂംസിലും ഒക്കെ ആയിട്ട്. സോ എവറിത്തിങ് വാസ് ന്യൂ. ഈവൻ അത്ര ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും ആദ്യമായിട്ടാണ് ഞാൻ. എപ്പോഴും സൈലന്റ് സ്ട്രെങ്ത് ഉള്ള ക്യാരക്ടേഴ്സ് ഐ ഹാവ്, പക്ഷെ ഇങ്ങനെ ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആദ്യമായിട്ടാണ്.
സോ ഇറ്റ് വാസ് ഓൾ എല്ലാം കൂടെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതിലൂടെ ട്രെൻഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഒരു കൈനറ്റിക് ഹോണ്ട, ദിവ്യ ചേച്ചിയുടെ പിന്നത്തെ കുറെ സിനിമകൾ, ഇപ്പൊ ഫ്രണ്ട്സിലായാലും അങ്ങനത്തെ, അത് വളരെ വേറൊരു ഡിഫറെന്റ് ഡയമെൻഷനിലുള്ള ക്യാരക്ടർ ആയിരുന്നു. നല്ല തമാശയായിരുന്നു ആ ഉമ്മ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, ഒരു സിസ്റ്റർ ക്യാരക്ടർ. എന്നാലും ആ കൈനറ്റിക് ഹോണ്ട ചേച്ചിയുടെ ഒരു എന്താ പറയാ ഒരു ഒരു signature ആയി മാറി. അതെ, Yeah. സിഗ്നേച്ചറായി മാറി. അത് അതിന് മുമ്പ് എനിക്കൊരു സണ്ണി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മള് ഫിലിമിൽ ആക്ട് ചെയ്തൊക്കെ തുടങ്ങിയ സമയത്ത് ഈ സണ്ണിയിൽ ഉള്ള പടങ്ങൾ, അപ്പോൾ എല്ലാവർക്കും അതൊരു ഇപ്പോൾ ഇന്റർവ്യൂ ചെയ്യാൻ വരുമ്പോഴുമൊക്കെ അതൊരു കൗതുകമായിരുന്നു, സണ്ണി ഓടിച്ച് നടക്കുന്ന. അതെ, അപ്പൊ ഞാൻ എൻ്റെ ചെറിയ ചെറിയ ട്യൂഷൻ, ഡാൻസ് ക്ലാസ് അതിനൊക്കെ വേണ്ടി പോവാറുണ്ട്. അച്ഛൻ തന്നു വിടാറുണ്ടായിരുന്നു. ഐ തിങ്ക് ടു ഡാൻസേഴ്സ് സ്പീക്കിംഗ്, വിൽ കണ്ടിന്യൂ സ്പീക്കിംഗ് I ഓൺ know, I ഡാൻസ് know. ഡാൻസ് അതെ, ഡാൻസ്. അതെ. പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് എപ്പോഴും നമ്മുടെ സിനിമാ കഥകൾ കേൾക്കാനായിരിക്കും കൂടുതൽ പ്രിയം, ഇഷ്ടം. അപ്പം ഉസ്താദ് എന്ന് പറഞ്ഞ ഒരു സിനിമ അതെപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു സിനിമയാണ് അല്ലേ? എനിക്ക് തോന്നുന്നു ഇത്രയും ഊഷ്മളമായിട്ടൊരു ഒരു സഹോദരനും ഒരു സഹോദരിയും തമ്മിലുള്ള ബന്ധം പോർട്രേ ചെയ്ത അധികം സിനിമകളില്ല. അപ്പൊ അതും ലാലേട്ടന്റെ കൂടെ ഈ പപ്പ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഒരു എപ്പിറ്റോമാണ്, അല്ലെങ്കിൽ ലൈക്ക് ഇറ്റ്സ് ലൈക്ക് അനദർ ഐക്കൺ. ഒരു അനിയത്തി എന്ന് പറഞ്ഞാൽ എല്ലാ മലയാളികളുടെയും മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്ന ഒരു കഥാപാത്രമാണ് പപ്പ. ആ സ്നേഹം, അതുപോലെ ഇപ്പോഴും കുറെ കല്യാണ വീഡിയോസിലൊക്കെ ആ വെണ്ണില കൊമ്പിലെ രാപ്പാടിയാണ് പലപ്പോഴും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ടും അല്ലാതെയും റീൽസിനും ഒക്കെ. നമ്മളിപ്പോ ഇൻസ്റ്റയിലൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴും സ്റ്റിൽ ദാറ്റ് സോങ് സ്റ്റിൽ ലിവ് വിത്ത് us, and it's like a beautiful portrayal of a sibling relationship. അപ്പം ആ ചിത്രത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ, പപ്പയായ ആ എക്സ്പീരിയൻസസിനെ കുറിച്ചുള്ള ഒരു ഓർമ്മകൾ എന്തെങ്കിലും ഷെയർ ചെയ്യോ? അത് വളരെ വളരെ ഹൃദ്യമായിട്ടുള്ള മെമ്മറീസ് ആണ്. കാരണം അത് ഓഫ് കോഴ്സ് ലാലേട്ടൻ്റെ കൂടെയുള്ള അഭിനയിക്കുമ്പോഴത്തെ മെമ്മറീസ്. ആൻഡ് ആ മൂവി വളരെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ആയിരുന്നു. പ്രസാദ് അങ്കിൾ, നരേന്ദ്ര പ്രസാദ് അങ്കിൾ, ചിത്ര ചേച്ചി ഉണ്ടായിരുന്നു അതിൽ, ആൻഡ് സോ മെനി പീപ്പിൾ, ജനാർദ്ദൻ അങ്കിൾ, ആൻഡ് ദർ ഇസ് ദിസ് ഹോൾ ടീം, വിനീത്, ഇന്ദ്രജ, അതെ, കുറേ പേരുണ്ടായിരുന്നു. സോ വിദ്യാമ്മ ഉണ്ടായിരുന്നു അതിൽ. സോ വളരെ ഒരു എന്താ പറയുക, ഫോണ്ട് മെമ്മറീസ് ആണ്. ആൻഡ് വളരെ റിലാക്സ്ഡ് ആയിട്ട്, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് ഞാൻ കാലിക്കറ്റിലൊരു മൂവി ഷൂട്ട് ചെയ്യുന്നത് അവിടെ. സോ കുറേ എന്താ ആ സ്ഥലത്തിൻ്റെ കുറേ പ്രത്യേകതകളും ആൻഡ് അവിടുത്തെ ആളുകളുടെ ഒരു സ്നേഹവും അതൊക്കെ അപ്പോഴാണ് ഞാൻ എക്സ്പീരിയൻസ്. ദാറ്റ് വാസ് എ ന്യൂ ലൊക്കേഷൻ. ഫസ്റ്റ് ടൈമാണ് ഞാൻ അവിടെ ഷൂട്ട് ചെയ്തത്. ദെൻ ലാലേട്ടൻ്റെ കൂടെയുള്ള സെക്കൻഡ് മൂവി, സിബിസാറിൻ്റെ കൂടെയുള്ള തേർഡ് മൂവി. സോ അതുകൊണ്ട് ലൊക്കേഷനിൽ ഇറ്റ് വാസ് നോട്ട് എനിത്തിങ് ന്യൂ. എല്ലാം ഫെമിലിയർ ആയിരുന്നു, കംഫർട്ടബിൾ ആയിരുന്നു. ആൻഡ് സ്ക്രിപ്റ്റ് വാസ് ലൈക്ക് ഔട്ട് ഓഫ് ദ വേൾഡ് സ്ക്രിപ്റ്റ് ആയിരുന്നു, രഞ്ജിത് ജിയുടെ സ്ക്രിപ്റ്റ് ആയിരുന്നു. The dialogues അല്ലേ? The dialogues and our bond, I think it is a script, and Sibi sir in that എന്താ പറയുക, he is known for that emotional ആയിട്ടുള്ള കണക്റ്റിന്, so many movies of his. So അതൊക്കെ കൊണ്ടാണ് ഐ തിങ്ക് ഐ വാസ് ജസ്റ്റ് എന്താ പറയുക, നല്ല ഹാപ്പി ആയിട്ട് ഒരു റൈഡിന് പോയ ഒരു കുട്ടിയായിരുന്നു അത്. ബിക്കോസ് ഐ വാസ് യങ്. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ നല്ല ആ ഒരു ക്യാരക്ടറിന് വളരെ ഇന്നസെന്റ് ആണല്ലോ. പപ്പയ്ക്ക് ഒന്നും അറിയില്ല, യു ഡോണ്ട് നോ തിങ്സ് എന്നല്ലേ എപ്പോഴും ഏട്ടൻ, ആ ഒരു ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏട്ടൻ എപ്പോഴും പറയണത്. ആൻഡ് വിനീത് ജി ആയിട്ടുള്ള ഡയലോഗ്സ് ബിഫോർ ദ റിലേഷൻഷിപ്പ് ഒക്കെ. അപ്പൊ അത് എല്ലാ പെൺകുട്ടികളുടെയും അച്ഛനമ്മമാര് ചിന്തിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഏട്ടൻ ചിന്തിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കാം മലയാളികൾക്ക് ഇത്രയും അധികം ആ സീൻസുമായി റിലേറ്റ് ചെയ്യാനും ഇത്രയ്ക്കധികം മലയാളികൾ അത് നെഞ്ചേറ്റിയത്. ഇപ്പോഴും മെസ്സേജസ് വരും. ആൻഡ് ഇറ്റ്സ് വെരി സെലിബ്രേറ്റഡ്. ഐ തിങ്ക് സോഷ്യൽ മീഡിയ വന്നപ്പോഴാണ് നമ്മൾ അതിനെയൊക്കെ എത്രത്തോളം ചെറിഷ്ഡ് ആൻഡ് ലവ്ഡ് ആണ് ആ മൂവി ആൻഡ് ആ സോങ്, അതിലെ സീൻസ് ഒക്കെ ഇപ്പോഴും അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. ഇറ്റ്സ് വെരി ഫുൾഫില്ലിങ്. ബിക്കോസ് അത് കൊണ്ടുള്ള അത്രയും സ്നേഹത്തോടെയുള്ള ഞാൻ ഈയിടെ കൂടെ ഐ വാസ് പത്മനാഭസ്വാമി ടെമ്പിളിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ കൊച്ചുകുട്ടികൾ, അതായത് എൻ്റെ മക്കളുടെയൊക്കെ പ്രായമുള്ള കുട്ടികൾ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത്, ഡാൻസ് നന്നായിരുന്നു, ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ഡാൻസായിട്ട് അറിയാമോ നിങ്ങൾക്ക്, ഇങ്ങനെ അറിയാം എന്നെ. അപ്പോൾ ദേ സെഡ് ഈ മൂവീസൊക്കെ കണ്ടിട്ട്. സോ ഐ വാസ് സർപ്രൈസ്ഡ് ബിക്കോസ് അങ്ങനെ ആ ഒരു ജനറേഷൻ, എത്ര ജനറേഷൻ കഴിഞ്ഞിട്ടും ആ സ്നേഹം നിൽക്കുന്നു എന്ന് അറിയുമ്പോൾ നമുക്കതൊരു
ആസ് എൻ ആർട്ടിസ്റ്റ് അത് നമുക്കൊരു ഭയങ്കര സ്ട്രെങ്ത് ആണ്. പിന്നെ ഇപ്പൊ 90s ഐ തിങ്ക് യു ആർ വെരി ലക്കി ദാറ്റ് വേ. കാരണം 90s ചെയ്ത ഫിലിംസിനൊക്കെ ഇപ്പോഴും അതിന് റെലവൻസ് ഉണ്ട്, ഇപ്പോഴും ആ ക്യാരക്ടേഴ്സ് ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അതെ അങ്ങനത്തെ ഫിലിംസിന്റെ ഭാഗമായി. ആൻഡ് ഇപ്പൊ ലാലേട്ടന്റെ കൂടെ അഭിനയിച്ച കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ മമ്മൂക്കയുടെ ഓപ്പോസിറ്റ് ആയിട്ട് മറവത്തൂർ കനവ് എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. സോ ആക്ടിങ് വിത്ത് 2 സൂപ്പർ സ്റ്റാർസ് ഓഫ് മലയാളം സിനിമ അല്ലേ? അപ്പോൾ വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ് ഡൂയിങ് ഓൾ ദാറ്റ്? ഇപ്പൊ ദിലീപേന്റെ നായികയായിട്ടാണ് വന്നത്, എന്നാലും കുറെ യങ്സ്റ്റേഴ്സിന്റെ ഒപ്പം അഭിനയിച്ചിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം മമ്മൂക്കയുടെയും ലാലേട്ടന്റെയും ഒക്കെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂക്കയുടെ കൂടെ ഞാൻ ആദ്യം ചെയ്തത് ആക്ച്വലി ട്രൂത്ത് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയാണ് ഷാജി സാറിൻ്റെ. അതിന് ശേഷമാണ് ഐ ഡിഡ് മറവത്തൂർ കനവ്. മറവത്തൂർ കനവ് പെട്ടെന്ന് റെഡിയായ ഒരു മൂവിയാണ്. അതായത് പെട്ടെന്ന് ഡേറ്റ്സ് ചോദിച്ച് വിളിച്ചു ആൻഡ് ദെൻ ഇമ്മീഡിയറ്റ്ലി അത് ആയ ഒരു മൂവിയാണ്. ആൻഡ് ദാറ്റ് അഗൈൻ ലാൽജോ സാറിൻ്റെ ഫസ്റ്റ് മൂവി ആയിരുന്നു. ആൻഡ് ഹീസ് ഓൾസോ അനദർ കിങ് ഓഫ് യുനോ കുറേ ഇമോഷൻസും എല്ലാത്തിൻ്റെ ഒരു നല്ല ബ്ലെൻഡാണല്ലോ സാറിൻ്റെ മൂവീസിലെല്ലാം. സോ ആൻഡ് ആ ഒരു ക്രിസ്ത്യൻ ബേസിലുള്ള, ഞാൻ ചട്ടയും മുണ്ടുമൊക്കെ ഇട്ടിട്ടുള്ള ഒരു സീക്വൻസ് ഉണ്ട് അതിൽ. സോ അതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ആൻഡ് വെജിറ്റേറിയൻ ആയിട്ടുള്ള ഞാൻ, ലൈഫിലെ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഞാൻ ചിക്കൻ കറി വിളമ്പുക അതൊക്കെ ആണ് ഓർമ്മ വരുന്നത്. അതെ. ആൻഡ് ശ്രീനിയേട്ടൻ്റെ കൂടെ ഒരുപാട് സീൻസ് ഉണ്ടായിരുന്നു എനിക്കതിൽ. ഞങ്ങളുടെ ഒരു ഫുൾ ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു, ഓടി 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 ലൈക്ക് ഐ എം കോളിങ് ഹിം ആൻഡ് റണ്ണിങ്. സോ എവറി ഡേ മോർണിംഗ് അത് ഷൂട്ട് ചെയ്യുമായിരുന്നു. കുറേ ഇങ്ങനെ ഐ തിങ്ക് ദ മൂവി സ്റ്റാർട്ട്സ് അങ്ങനെയാണെന്ന് തോന്നുന്നു. ഐ എം ലുക്കിംഗ് ഫോർ ഹിം, എവിടെയാണ് ആൻഡ് ദെൻ തെങ്ങിൻ്റെ മേലെ നിന്ന് ഹി കംസ് ഡൗൺ, ശ്രീനിയേട്ടൻ്റെ ക്യാരക്ടർ. സോ ശ്രീനിയേട്ടൻ്റെ കൂടെ ഒരുപാട് മെമ്മറീസ് ഉണ്ട് ആ മൂവിയിൽ. നെടുമുടി വേണു അങ്കിൾ ഉണ്ട് അതിൽ. അഗൈൻ ദാറ്റ്സ് ഓൾസോ ബിഗ്, വലിയ ഒരു സ്റ്റാർ കാസ്റ്റാണ്. ഐ തിങ്ക് എൻ്റെ ഭാഗ്യം അതായിരുന്നു. ഞാൻ ഈ വലിയ സ്റ്റാർ കാസ്റ്റുള്ള, ഇപ്പോൾ ലളിതാൻ്റിയുള്ള മൂവി, സുകുമാരി അമ്മയുള്ള മൂവി, രാജൻ പി അങ്കിൾ, ക്യാപ്റ്റൻ രാജു അങ്കിൾ, ജഗതി അങ്കിൾ, ഇവരുടെയൊക്കെ കൂടെ എനിക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. ഇന്നസെൻ്റ് അങ്കിൾ, ജഗദീഷ് ചേട്ടൻ, യുനോ ദ ലിസ്റ്റ് കീപ്സ് ഗോയിങ് ഓൺ ആൻഡ് ഓൺ. എ ലോട്ട് ഓഫ് പീപ്പിൾ നമ്മുടെ കൂടെ ഇപ്പം ഇല്ല. പക്ഷെ അപ്പോൾ യെസ്, പക്ഷേ ഐ വാസ് ബ്ലെസ്ഡ് ദാറ്റ് വേ വേർ എനിക്ക് ഒരുപാട് മൊമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട് അവരുടെ കൂടെ. വേർ ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ ഓ മൈ ഗോഡ്, ഇവർ എന്തറിഞ്ഞിട്ടാണ്. ഇപ്പം മാളയങ്കളൊക്കെ ഇല്ലേ, ഞാനൊക്കെ ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടേ ഇരിക്കും, അവരൊക്കെ ഇരുന്ന് കേൾക്കും. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അഭിനയിച്ചു തുടങ്ങിയേ. ആൻഡ് ദെൻ പ്രീ ഡിഗ്രി, കോളേജ്, ഡിഗ്രി ഫസ്റ്റ് ഇയറിലൊക്കെയാണ് ഇവരുടെയൊക്കെ കൂടെ അഭിനയം. ആയിരം മേനിയൊക്കെ എന്തോരം ആർട്ടിസ്റ്റുകളാണ്. ഞാൻ എല്ലാവരുടെയും നടക്കും, ഞാനിങ്ങനെ പോയിരിക്കും, ഇവരുടെയൊക്കെ വർത്താനം കേൾക്കും, ഞാനും ചിരിക്കും കളിക്കും. സോ ഫോർ ദെം ടു ജസ്റ്റ് എംബ്രേസ് യുനോ ഒരു കോളേജിലെ ഒരു കൊച്ചുകുട്ടി, ലൈക്ക് 17-year-old ഗേൾ, ആൻഡ് ദെൻ കം ഡൗൺ ടു ഹെർ ലെവൽ ആൻഡ് ടു മേക്ക് ഹെർ കംഫർട്ടബിൾ. അത് ഓൾ ഓഫ് ദം വർ വെരി ലവിങ് അല്ലേ? ഇപ്പൊ നെടുമുടി അങ്കിൾ ആണെങ്കിലും സുകുമാരി അമ്മയാണെങ്കിലും ശരി, അതുപോലെ KPC ലളിത ആന്റി, അവരൊക്കെ നമ്മള് ഭയങ്കരമായിട്ട് ഈ പറയുന്ന പോലെ നമുക്ക് ഇങ്ങോട്ട് എനർജി പാസ് ചെയ്യും. ഇത് യു ക്യാൻ ഡു ദിസ് വേ അല്ലെങ്കിൽ ദാറ്റ് വേ. അതെ. ആൻഡ് ഓൾസോ നമ്മളുടെ ദാറ്റ് സമയം ഷോ ഇപ്പോഴാണ് നമ്മൾ വലിയ അഡൾട്ട്സ് ആകുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുക. ഫോർ സംബഡി ടു നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കാനും നമ്മൾ പറയണതിന് വില ഉണ്ട് എന്നൊക്കെ നമുക്കൊരു ഫീലിംഗ് തരാനും. അപ്പോൾ ഇന്നലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, പ്രോഗ്രാം ഉണ്ടായിരുന്നോ, വന്നിരിക്കുക, എന്തൊക്കെയാ കളിച്ചേ, ആദ്യം ഇട്ട ഡ്രസ്സിന്റെ കളർ എന്താ, മേക്കപ്പ് ആരാ ചെയ്ത്, ഏത് ജിമിക്കായിട്ട്, ഇങ്ങനെയൊക്കെ വാട്ട് ഇസ് ദ നീഡ്, വൈ ഷുഡ് ദേ ഡോണ്ട് ഹാവ് ടു. അതാണ് ആ ഒരു സോ അങ്ങനത്തെ ഒരുപാട് മൊമെന്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കഥാനായകൻ വാസ് അനദർ മൂവി. ഫുള്ളി ഫാമിലിയാണ്, ലോട്ട് ഓഫ് കസിൻസ് റണ്ണിങ് ഹെൽറ്റർ സ്കെൽറ്റർ. ബിഗ് എന്താ പറയാ, അതിൽ there was not much difference. ആ സിനിമയിലെ കാണുന്നത് പ്രിൻസസ്, ലൈക്ക് സോ ലവ്ഡ് ബൈ എവ്രിവൺ അറൗണ്ട് അല്ലേ? അങ്ങനെ അത് നമ്മളിപ്പോ പ്രേക്ഷകരുടെ മനസ്സിലും അങ്ങനെയായിരുന്നു. ദിവ്യാണി എന്ന് പറഞ്ഞാൽ ഏതൊരു രാജകുമാരിയാണ്. കാരണം ഇൻ മോസ്റ്റ് ഓഫ് ദ ഫിലിംസ് യു വുഡ് ബി സറൗണ്ടഡ് ബൈ ലോട്ട് ഓഫ് പീപ്പിൾ, ലോട്ട് ഓഫ് പീപ്പിൾ, ലോട്ട് ഓഫ് ലവ്ഡ് വൺസ് ഓൾ അറൗണ്ട് യു. അങ്ങനത്തെ ഒരു ഇമേജ് ആയിരുന്നു. ആ ഹൈറ്റും ഉണ്ട്, നല്ല ഉയരമുണ്ട്, നല്ല സ്റ്റേജ്, ഒരു രാജ്പുത് പ്രിൻസസ് ഒക്കെ വരണ പോലെ. ആൻഡ് ഐ സ്റ്റിൽ റിമെമ്പർ, ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ അമ്പലങ്ങൾ ഇപ്പോൾ ലൊക്കേഷൻ്റെ അടുത്താണെങ്കിൽ there will be a guest. ഇപ്പോൾ ലളിതാൻ്റെ ഉണ്ടെങ്കിൽ she'll come and watch. സുമാരി അമ്മ ഉണ്ടെങ്കിൽ she'll come and watch. നമ്മൾ പറഞ്ഞു ഇന്ന് എപ്പോഴാ പ്രോഗ്രാം, ഓക്കെ ഞാൻ ഇത്ര മണിക്ക് വരാം, ആൻഡ് they would come and watch. അല്ലെങ്കിൽ ഇപ്പോൾ
സുമാരിയാൻ്റെ ആണെങ്കിൽ തമിഴ്നാട്ടിലൊക്കെയാണ് പ്രോഗ്രാമെങ്കിൽ ഇവിടെ ആ അമ്പലമുണ്ട് നീ പോയിട്ടുണ്ട്, ഓക്കെ നമുക്ക് പോവാം, അവിടെ ആ അമ്പലമുണ്ട് നമുക്ക് പോവാം, ഇങ്ങനെ. സോ വട്ട് എവർ they would just accommodate you into their life. അങ്ങനെയായിരുന്നു. അത് ഐ ഡോണ്ട് നോ അങ്ങനെയാണോ ഇപ്പോഴും എന്ന് എനിക്ക്, ബിക്കോസ് ഇപ്പോൾ ഭയങ്കര ബിസിയായി ലൈഫ് ഇൻ ജനറൽ ഗോട്ട് വെരി ബിസി ഫോർ എവറിബഡി. പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു അതൊക്കെ എനിക്ക്, ഫോർ മീ ഇറ്റ് വാസ് നോട്ട് ബിസി. ഫോർ മീ ഐ വാസ് ഫ്രീ. എനിക്ക് അന്ന് ഐ തിങ്ക് ഇപ്പോഴൊക്കെ അഡൾട്ട്സ് ആയിട്ട് ഇഫ് ഐ എം ഹാൻഡ്ലിങ് അല്ലെങ്കിൽ ഇഫ് ഐ എം ആക്ടിങ്, ഐ ഡോണ്ട് തിങ്ക് ഇത്ര സമയം എനിക്ക് മനസ്സറിഞ്ഞ് ഇങ്ങനെ മറ്റേതെന്താ പഠിക്കണം, അഭിനയിക്കണം, പ്രാക്ടീസ് ചെയ്യണം, പിന്നെ എൻജോയ് ലൈഫ്. സോ വേറെ വർക്ക് ആണെങ്കിലും നമുക്കതൊരു വർക്ക് ആണെന്ന് തോന്നിയിരുന്നില്ല, കാരണം ഇറ്റ് വാസ് ലൈക്ക് ഗോയിങ് ഇൻ ടു എ ഫാമിലി. ദേ ഓൾ മേഡ് അതെ കംഫർട്ടബിൾ അല്ലേ? അതെ. Okay. But we miss all those dear ones in Malayalam cinema, definitely. Definitely. Yes. അതൊരു വലിയ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം, സിനിമയിലെ ഇൻഡസ്ട്രിയിൽ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നികത്താനാവാത്തൊരു നഷ്ടം തന്നെയാണ്. പിന്നെ ഇപ്പൊ ശ്രീനി അങ്കിളിനെ കുറിച്ച് പറഞ്ഞു, മാളച്ചേട്ടനെ കുറിച്ച്, വേണു അങ്കിൾ, ഇവരെയൊക്കെ കുറിച്ച് പറയുമ്പോൾ ഹ്യൂമറിന്റെ ഒരു എലമെന്റ് ഉണ്ടല്ലോ നമ്മുടെ ലൈഫിൽ. ആൻഡ് ഐ റിമെമ്പർ മോസ്റ്റ് ഓഫ് യുവർ ക്യാരക്ടേഴ്സ് വെർ ഫൺ ഫിൽഡ്. അതായത് കുറെ നല്ല ഡയലോഗ്സ്, ഇപ്പൊ ഫ്രണ്ട്സിലൊക്കെ പിന്നെ പറയുക വേണ്ട എന്ന് പറയില്ലേ, ശ്രീനിയേട്ടനായിട്ടുള്ള ഇന്ററാക്ഷൻസ്, മുകേഷ് ഏട്ടനായിട്ടുള്ള ഇന്ററാക്ഷൻസ്, അങ്ങനെ ഒരുപാട് സിനിമകളിൽ ഹ്യൂമർ നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആയിരുന്നു ദിവ്യ ചേച്ചി ചെയ്തിട്ടുള്ളത്. സോ വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? റിയൽ ലൈഫിലും അങ്ങനെ തന്നെയാണോ അതോ? അഗൈൻ ഐ ഡിഡ്ന്റ് മാനേജ് ഹ്യൂമർ. എൻ്റെ ചുറ്റിനുള്ളവരുടെ ഹ്യൂമറിൽ ഐ വാസ് ജസ്റ്റ് ദെയർ, ഐ വാസ് പ്ലേസ് ദെയർ. ഇവരെല്ലാം പെർഫോം ചെയ്തിരുന്നു, ഞാൻ ചിരിക്കാണ്ട് റിയാക്ഷൻ കൊടുത്ത് നിൽക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഐ വാസ് അറൌണ്ട് കിങ്സ് ഓഫ് ഹ്യൂമർ, അതുകൊണ്ടുള്ളതാണ്. ബട്ട് ഇൻ ജനറൽ അതായത് ഇപ്പൊ ചില നായികമാരെ കാണുമ്പോൾ നമുക്ക് അവരൊരു ദുഃഖപുത്രിയാണ്, അല്ലെങ്കിൽ സങ്കടം, അവര് കുറെ ഇങ്ങനെ ധീരവതിയാണ്, അങ്ങനെയൊക്കെ. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു യു ഇറ്റ്സ് ഓൾവേസ് എ ഫീൽ ഗുഡ് ഫെർവർ ദാറ്റ് കംസ് ടു അവർ മൈൻഡ് അല്ലേ? അപ്പൊ അങ്ങനെ അല്ലാത്ത ക്യാരക്ടേഴ്സും ചെയ്തിട്ടുണ്ട്, പക്ഷെ ഹ്യൂമർ ഒരു ഇമ്പോർട്ടന്റ് എലമെന്റ് ആയിരുന്നു എന്ന് തോന്നുന്നു ചേച്ചിയുടെ ക്യാരക്ടേഴ്സിൽ. പക്ഷെ ഇൻ ലൈഫ് ഐ തിങ്ക് ഐ തിങ്ക് ഐ എം ഫണ്ണി, ബിക്കോസ് ഞാൻ എപ്പോഴും എന്നെ പറ്റി തന്നെ ആലോചിച്ച് എനിക്ക് സെൽഫ് കൗണ്ടർ കൊടുക്കണമെങ്കിൽ വലിയ രാജ്ഞിയാണ്. ദാറ്റ് ഐ ആം എ ക്വീൻ. ഐ നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഒരു സിറ്റുവേഷൻ പുറത്തേക്ക് പറയില്ല, പക്ഷെ ഉള്ളിൽ ഞാൻ എന്താന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കുറച്ച് സെറ്റയർ ഉണ്ട് എൻ്റെ മനസ്സിൽ. ഐ നോ ദാറ്റ്. ബട്ട് ഐ തിങ്ക് ഇൻ ജനറൽ പുറത്തേക്ക് ഐ കം ഔട്ട് ആസ് എ വളരെ സീരിയസ് ക്വയറ്റ് പേഴ്സൺ ഫോർ മെനി പീപ്പിൾ. എന്നെ കാണുന്നവരൊക്കെ ഐ ഡോണ്ട് നോ വൈ, പക്ഷെ ആളുകൾ പറയും വളരെ ക്വയറ്റ് ആണ്, സീരിയസ് ആണെന്ന്. അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. വീടിന്റെ ഉള്ളിൽ അങ്ങനെയാണോ, ബബ്ലി ആണോ? അതായത് വീടിന്റെ ഉള്ളില് പേടിപ്പെടുത്തുന്ന അമ്മയാണോ, അങ്ങനെ ചീത്ത പറയുന്ന അമ്മയാണോ? ഐ ഡോണ്ട് തിങ്ക് സോ. എൻ്റെ പിള്ളേർ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഓ മൈ ഗോഡ് അമ്മ യു ആർ സോ സ്കേറി, യു ആർ സോ സ്ട്രിക്റ്റ് എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇതൊക്കെ പറയാനായിട്ടുള്ള ധൈര്യം ഉണ്ടല്ലോ എൻ്റെ അടുത്ത് വന്ന്. സോ ദാറ്റ് ആക്ച്വലി മീൻസ് റൈറ്റ് ദാറ്റ് ഐ എം നോട്ട്, അല്ലേ? അത് ശരിയാണ്. അല്ല, അങ്ങനെ ധൈര്യം, അങ്ങനെ ഒരു ധൈര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഐ സെഡ് ഞാൻ ഒരുപാട് ഫ്രീഡം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ മുഖത്ത് നോക്കി തന്നെ നിങ്ങൾ ഞാൻ സ്ട്രിക്റ്റ് ആണെന്ന് പറയണേന്ന് പറയും. സോ ദെൻ ദേ ഡോണ്ട് ഹാവ് ആൻ ആൻസർ ഫോർ ദാറ്റ്. സോ ഐ തിങ്ക് ദേ ജസ്റ്റ് ജഡ്ജ്മെന്റ്. പക്ഷേ അല്ല, ഞാൻ വളരെ കുറേ ഇങ്ങനെ കാമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട്, അടിപിടി ബഹളമൊന്നുമില്ല, പക്ഷെ കുറച്ച് സൈലന്റ് ട്രീറ്റ്മെന്റിന്റെ ആളാണ് ഞാൻ. And they wouldn't dare come near you if you ever get angry, അങ്ങനെയാണോ? ഞാനെന്ന് വെച്ചാ ഐ ഗോ ക്വയറ്റ്. Okay. അതായത് ഓക്കെ ആ സൈലൻസ് അവർ മനസ്സിലാക്കും. then they like. അപ്പൊ എൻ്റെ നടുക്കത്തെ ആളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും, അമ്മ ആർ യു ആംഗ്രി, അമ്മ ആർ യു ആംഗ്രി, വെറുതെ ഇരിക്കുമ്പോഴും ചോദിച്ചോണ്ടിരിക്കും. നോ ഐ എം നോട്ട്. No, you're quiet. That is why I asked. ഇത് മനുഷ്യന് ഇപ്പൊ കുക്ക് ചെയ്യായിരിക്കും, അപ്പൊ ഞാൻ ഇത് വർത്താനം പറഞ്ഞുകൊണ്ട് കുക്ക് ചെയ്യാൻ പറ്റുമോ? ചുറ്റിനും ആരും ഉണ്ടാവില്ല, ചിലപ്പോ മേലേന്ന് വെറുതെ അമ്മ ഈ ദേഷ്യത്തിലാണോ അമ്മ? അല്ല അല്ല, അമ്മ ഒരുപാട് നേരമായിട്ട് ഒന്നും മിണ്ടിയില്ല. സോ അവള് മേലെ ആയിരുന്നായിരിക്കും, ഞാൻ താഴെ ആയിരുന്നായിരിക്കും, അങ്ങനെ. യു ഹാവ് 2 daughters and a son അല്ലേ? അപ്പൊ ഈ പെൺകുട്ടികളെ വളർത്തുന്നു, ആൻഡ് യു കം ഫ്രം എ ഫാമിലി വേർ യു ഹാവ് എ സിസ്റ്റർ. അപ്പൊ അങ്ങനെ ഉള്ളൊരു ഫാമിലിന്ന് ഈ ആൺകുട്ടികളെ വെക്കണമെങ്കിൽ ഇങ്ങനെയുണ്ട്, എന്താണ് പൊതുവിൽ അമ്മമാര് പറയും കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെ, പക്ഷെ വാട്ട് ഇസ്?
ഇല്ല. യുവർ എക്സ്പീരിയൻസ്? ആക്ച്വലി ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും എനിക്ക് തോന്നുന്നു പെൺകുട്ടികളാണ് കുറച്ചും കൂടെ നമ്മളെ അമ്മമാരുടെ അടുത്ത് കുറച്ചും കൂടെ അടവുകൾ എടുക്കണതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴത്തെ ജനറേഷനിൽ അങ്ങനെയാണ് തോന്നുന്നുണ്ട്. ഐ തിങ്ക് സോ. ആൺകുട്ടികൾ കുറച്ചും കൂടെ അവരവരുടെ കാര്യം അവരിപ്പോ നോക്കി. കുറുമ്പ് കാണിച്ചാലും കുറുമ്പ് കാണിച്ചു എന്ന് അഡ്മിറ്റ് ചെയ്യും അല്ലേ? പക്ഷെ ചിലർ പറയാം അത് അമ്മമാരുടെ അടുത്താണ് ആൺകുട്ടികൾ അങ്ങനെ, പെൺകുട്ടികൾ അച്ഛന്മാരുടെ അടുത്താണ്. എനിക്കറിയില്ല, മേ ബി. ഞാൻ അച്ഛൻ്റെ അടുത്ത് ഞാനും ഐ വാസ് ഓൾസോ ലൈക്ക് വെരി എന്താ പറയാ നല്ല, പക്ഷെ അച്ഛൻ വാസ് ഓൾസോ, അമ്മയായിരുന്നു കുറച്ചും കൂടെ സ്ട്രിക്റ്റ് അച്ഛനെക്കാട്ടിലും. സോ മേ ബി ദാറ്റ് ഇസ് വൈ. ചേച്ചി വളരെ ചെറുപ്പത്തില് ഇപ്പൊ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണല്ലോ കല്യാണ സൗഗന്ധികം എന്ന് പറഞ്ഞ ഫിലിമില് നായികയായിട്ട് വരുന്നത്. പിന്നെ മേ ബി യു ഗോട്ട് ലോട്ട് ഓഫ് ഓഫേഴ്സ്, യു ഡി നോട്ട് ഹാവ് മച്ച് ടൈമിങ് ഫോർ പ്ലാനിങ് ഓർ യുനോ ഡിസൈനിങ് യുവർ ഫിലിം കരിയർ. ഈ വഴി പോണം ആ വഴി, ഇങ്ങനെ വളരെ ചൂസീവ് ആയിട്ട് അല്ലെങ്കിൽ സെലക്റ്റീവ് ആവാനുള്ള സമയമൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. എല്ലാം വളരെ പെട്ടെന്നായിരുന്നല്ലോ. കുറേ സിനിമകൾ ചെയ്തു, പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്തു. ഇത്രയും വർഷത്തിന് ശേഷം ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെയായിരുന്നെങ്കിൽ അങ്ങനെയായിരുന്നെങ്കിൽ അങ്ങനെ തോന്നാറുണ്ടോ? അല്ലെങ്കിൽ പുതിയ നായികമാർ ചെയ്യുന്ന പല വർക്കുകളും കാണുമ്പോൾ എന്താണ് ചേച്ചി അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാറ്? ഹൗ ഡു യു ഫീൽ? സോ ഐ തിങ്ക് ദിസ് പ്ലാനിങ് ആൻഡ് ഹാവിങ് ഒരു എന്താ സ്ക്രിപ്റ്റ് റീഡിങ് അതൊക്കെ ഇപ്പോഴത്തെ പിന്നീട് വന്ന പ്രാക്ടീസസ് ആണ്. അന്നൊക്കെ ദർ വാസ് ദിസ് ട്രസ്റ്റ് ബിക്കോസ് people like Ivy Shashi sir, Bharathan sir are Sibi all Malayalam. calling, Sibi sir, അവരൊക്കെ വിളിക്കുമ്പോൾ there's no, I don't think there's no need to plan. Just the fact that they are ready to, visualize you as one of their character itself was a, good job ആണ് എന്നുള്ള ഒരു വാലിഡേഷൻ ആയിരുന്നു. സോ അതിന് മേലെ ചിന്തിക്കേണ്ട ഒരു ആവശ്യം അന്നേരം നമുക്ക് തോന്നിയിട്ടില്ല. ലൈക്ക് കല്യാണ സൗന്ദര്യം കഴിഞ്ഞ് വർണ്ണപ്പോയിട്ടിലേക്ക് വിളി വന്നപ്പോൾ തന്നെ അത് തന്നെ ഒരു ആഡഡ് അക്സെപ്റ്റൻസ് ആയിരുന്നു. കാരണം ടു ഹാവ് an offer like that with Lalaten and Shashi sir in a movie with of course Meenaji, that itself was ഒരു എന്താ പറയാ, യു ആർ ഗുഡ് പ്ലീസ് ജോയിൻ എന്നുള്ള രീതിയിലുള്ള ഒരു ഇതായിരുന്നു. സോ ആൻഡ് ദെൻ അങ്ങനത്തെ പ്രോജക്ട്സ് ആണ് പിന്നീട് വന്നതെല്ലാം. ലാലേട്ടനൊപ്പമുള്ള ആ പാട്ടൊക്കെ മണിക്കേക്കല്ലാൽ അതൊക്കെ ഭയങ്കര ഹിറ്റായ ഒരു സോങ്. മലയാളികൾ ഒരിക്കലും മറക്കില്ല അല്ലെ? എപ്പോഴും ടെലിവിഷനിൽ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ട് അത് വളരെ നല്ലൊരു കെമിസ്ട്രിയും ഒക്കെ ആയിരുന്നു. ടു ഡിഫറെന്റ് ഹീറോയിൻസ് ഓഫ് ടു പെഡസ്റ്റൽ ആ സിനിമയില്. അപ്പൊ അത് ഒരു ബിഗിനിങ് സ്റ്റേജ് ഓഫ് ദ കരിയറിൽ ഇത്തരം ഒരു ക്യാരക്ടർ ഒക്കെ ചെയ്യാൻ പറ്റുന്നത് യുവർ. അതെ, ആൻഡ് ഐ തിങ്ക് ഇപ്പോഴാണ് ഒരു കുറച്ചും കൂടി ഇപ്പോൾ when you're in the industry, then you want to choose scripts and I think അന്നത്തെ സ്ക്രിപ്റ്റുകളും ഇന്ന് ഇപ്പോൾ യു ആർ ആസ്കിങ് അബൌട്ട് ഇപ്പോഴത്തെ ഹീറോയിൻസ് ചെയ്യുന്ന സ്ക്രിപ്റ്റ്, സോ ഒരുപാട് വ്യത്യാസമുണ്ട്. ലൈക്ക് അന്നേരത്തെ സമകാലിക സംഭവങ്ങളാണ് സിനിമ ആയെങ്കിൽ ഇന്ന് ഇപ്പോഴത്തെ കാര്യങ്ങളാണ് സിനിമയാവുന്നത്. സോ നാച്ചുറലി ദ വേ യു ലുക്ക് അറ്റ് സിനിമ ആൻഡ് ഓൾസോ OTT വന്നതിന് ശേഷം വരുന്ന സിനിമകൾ, അതായത് OTT റിലീസ് ആവുന്നതും തിയേറ്റർ റിലീസ്, ഇതെല്ലാം പല പല തട്ടുകളിലുള്ള സിനിമകളാണ്. തട്ടുകൾ ഇൻ ദ സെൻസ് നോട്ട് തട്ടുകൾ, ജോണർ. ഇപ്പോൾ ചില സിനിമകൾ, ഇപ്പൊ ഹോം പോലെയുള്ള സിനിമകളൊക്കെ അല്ലെങ്കിൽ വളരെ അതായത് ഒരു ഇമോഷനെ മാത്രം ഇങ്ങനെ നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള സിനിമകൾ, അല്ലെങ്കിൽ കമേഴ്ഷ്യൽ ആയിട്ടുള്ള സിനിമകൾ, പീരിയോഡിക്കൽ ആയിട്ടുള്ള സിനിമകൾ, ഇങ്ങനെയൊക്കെ പല ഇത് വരുന്ന. പക്ഷെ അന്നേരം എനിക്ക് അങ്ങനെ സ്ക്രിപ്റ്റ്സ് വന്നുകൊണ്ടിരുന്നു, ഞാനത് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ആൻഡ് ബൈ ഗോഡ്സ് ഗ്രേസ് എനിക്ക് വന്നതെല്ലാം നല്ല സ്ക്രിപ്റ്റ്സ് ആണ് ഫ്രം legendary directors and of course legendary actors. So I was blessed, I think, that way. ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ചുരം ഓർമ്മ വന്നത്. കാരണം അതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. ആൻഡ് ആക്ച്വലി ഇറ്റ് ടുക്ക് സം കൺവിക്ഷൻ. അതായത് ഒരു ആക്ടറിന് ഓഫ് യുവർ സ്റ്റേച്ചർ അന്ന് വളരെ പോപ്പുലറായിട്ട് ഫാമിലി ഓഡിയൻസസിൻ്റെ ഒക്കെ ഇടയിൽ അവരെ നെഞ്ചേറ്റിയ, ഹൃദയത്തിലേറ്റിയ ഒരു നായികയ്ക്ക് അങ്ങനെ ഒരു ഡെസിഷൻ എടുക്കുക. അത് ഭരതൻ സാർ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ആ ഒരു വലിയ ഗ്രേറ്റ് ഫിൽം മേക്കറാണ് നമുക്കറിയാം. എന്നാലും ഡിഫറെൻ്റ് ആയിട്ട് ഔട്ട് ഓഫ് ദ ബോക്സ് അന്നത്തെ, ഇപ്പൊ അത് കുറച്ചും കൂടെ നോർമലായി തോന്നുന്നു, പക്ഷെ അന്ന് അത് കുറച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് അല്ലെങ്കിൽ അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സ്ക്രിപ്റ്റ് ആയിരുന്നു, ഒരു ക്യാരക്ടർ ആയിരുന്നു. So what actually inspired to take such a decision, a brave decision? So
ഐ തിങ്ക് കല്യാണ സൗന്ദര്യം കഴിഞ്ഞിട്ട് മാഗ്ഡയുടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഒരു സംഗമം എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ. അവിടെ വെച്ചിട്ടാണ് ഭരതൻ സാറ് ഞാൻ ആദ്യമായിട്ട് എന്നെ ലളിതാൻ്റിയാണ് പരിചയപ്പെടുത്തുന്നത്. ലളിതാൻ്റി ആയിട്ടുള്ള ബോണ്ട് ഇസ് ഫ്രം കല്യാണ സൗന്ദര്യം. എൻ്റെ ഫസ്റ്റ് ഷോട്ട് ഇസ് വിത്ത് ലളിതാൻ്റി. എൻ്റെ സിനിമയിലെ ആദ്യത്തെ ഷോട്ട് ലളിതാൻ്റിയുടെ കൂടെയാണ്. സോ പരിചയപ്പെടുത്തി. ആൻഡ് ദെൻ അന്ന് സാറ് പറഞ്ഞതാണ് വിൽ ഡു എ മൂവി ടുഗെദർ എന്ന്. സോ കല്യാണ സൗന്ദര്യം കഴിഞ്ഞ ഉടനെ തീരുമാനിച്ചു വെച്ചാണ്. പിന്നെ ഒരു സ്ക്രിപ്റ്റ് മനസ്സിലുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. സോ സാറിന് മനസ്സിൽ അപ്പം തൊട്ടുള്ള സ്ക്രിപ്റ്റാണ്. ആൻഡ് ഇഫ് സംബഡി ലൈക്ക് ഹിം who has given us Vaishali, Devaragam and all those other Chamaram, Engalam, Yamaluti, you, yeah, I know. So അമരം, നമ്മൾ പറഞ്ഞാൽ ഇങ്ങനെ ലിസ്റ്റ് പോയിക്കൊണ്ടിരിക്കും. അതെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു പ്രമുഖ സംവിധായകൻ ഞാൻ ഈ പറഞ്ഞ ആള് ദിവ്യൗണി അല്ല എന്ന് പറഞ്ഞു, എന്നിട്ട് പോലും യു വർ ലൈക് ജസ്റ്റ് ഗ്രാബ്ഡ് ഇൻ ടു സം കോൺട്രവേഴ്സീസ്, ഒരു നായകനെ ഇപ്പം അഭിനയിക്കില്ല എന്ന്. പക്ഷെ അത് ആള് തന്നെ അക്നോളജ് ചെയ്തു ദാറ്റ് ഇറ്റ് വാസ് നോട്ട് യു ഹു സെഡ് ദാറ്റ്. ബട്ട് ദെൻ ഓഫ് കോഴ്സ് there were rumors and people like to talk about such celebrities. അതാ ഞാൻ പറഞ്ഞത്, ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ അതിൽ എപ്പോഴും പിന്നെ തിരിച്ച് അതിന്റെ മേലെ നമ്മൾ ഒരു റിയാക്ഷൻ കൊടുത്താൽ, reaction, response, whatever it is, there will be two sides. Oh, she is right, she is wrong എന്ന് ചിന്തിക്കുന്ന രണ്ട് കൂട്ടരുണ്ടാവും. നമ്മൾ പറയൂല അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമാണ്. സോ മൈ തിങ് ഇസ്, എന്തിനാ അങ്ങനെ ഇനി ഓൾറെഡി ഉള്ളതെന്ന് ഇനി രണ്ടാക്കണം? എന്തിനാ? അതെന്താണാവോ എന്ന് വിചാരിച്ചിരുന്നോട്ടെ. വൈ ഗിവ് എ ചാൻസ് ടു? ആൻഡ് ഇഫ് യു ലുക്ക്, സമയത്ത് സൈലൻസ് ആണ് ബെസ്റ്റ്. ആക്ച്വലി ഐ ഹാവ് ചോസൺ സൈലൻസ് ത്രൂ ഔട്ട്. ഇഫ് യു ലുക്ക് അറ്റ് മീ, ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിന് ഒരു റിയാക്ഷനും ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷേ എൻ്റെ അടുത്ത് തന്നെ രണ്ട് അഭിപ്രായങ്ങൾ വരാറുണ്ട് ഫ്രം മൈ നിയർ ആൻഡ് ഡിയർ വൺസ്, ദാറ്റ് ഇറ്റ് ഈസ് എ ഗുഡ് തിങ്, it is not a good thing. This is like you should react എന്ന് പൊതുവെ പലരും എന്നോട് പറയാറുണ്ട്. Our friends or our own relatives നമ്മൾ prompt they feel like why can't you do something about it എന്ന് പറയാറുണ്ടെങ്കിൽ പോലും I am still not convinced to react or respond. That's your take. That's my take on it. Yeah. And about friendships, we spoke about Manju Chechi, Jomol Chancha, ഒരു generation of artists. You also spoke about your relationship with senior artists. ഇപ്പം സിനിമ കഴിഞ്ഞ് ഒരു ഫാമിലി ലൈഫിലേക്കൊക്കെ പോയി, അതിനുശേഷം ഈ സിനിമാ രംഗത്തെ സൗഹൃദങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് ഇപ്പോഴും do you still hold it close to your heart? I do. പക്ഷെ ഞാൻ അങ്ങനെ, നമ്മളെല്ലാവരും തിരക്കല്ലേ, അപ്പം അതുകൊണ്ട് മെയിൻറ്റെനൻസ് വളരെ കുറവാണ്. പക്ഷെ കാണുമ്പോൾ നമ്മൾക്ക് ആ നിർത്തിയെടുത്തുനിന്ന് അങ്ങനെ ഇങ്ങനെ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കാറുണ്ട്. അതെ. ആൻഡ് ഇറ്റ് ഈസ് അമേസിങ്. ലൈക്ക് നമ്മൾ ആ പഴയ കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നത്, ആ മൊമെന്റ്സ് ദാറ്റ് വി ചെറിഷ് ആർ സെയിം. പലരും ഞാൻ കാണുമ്പോഴും അന്നത്തെ അല്ലേ എന്ന് പറയുമ്പോൾ വി ബോത്ത് ആർ ടോക്കിംഗ് അബൌട്ട് ദ സെയിം തിങ്. വീണ്ടും ആ പഴയ കാലം റിവൈവ് എടുക്കാൻ പറ്റുന്നുണ്ട്. സോ ദെൻ അത് മതി. ഐ തിങ്ക് അതാണ് അതിന്റെ റിയൽ ട്രഷർ. ചേച്ചി, നമ്മളിപ്പോ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചു. ഇനി നമ്മുടെ പ്രേക്ഷകരെല്ലാം വളരെ ആകാംക്ഷപൂർവ്വം ഉറ്റുനോക്കുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട്. അത് ഡെഫിനറ്റ്ലി റാപ്പിഡ് ഫയർ ആണ്. അപ്പൊ അതില് ചേച്ചി കുറച്ച് കുഴപ്പിക്കാണ്ട് എങ്ങനെയാല്ലേ? സോ ദേ വുഡ് ലവ് ടു ലിസൺ ടു യു ആൻഡ് വാച്ച് യു. അപ്പൊ ഞാൻ കുറച്ച് ക്യാരക്ടേഴ്സ് പറയാം, ചേച്ചി ചെയ്ത ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ വിത്തിൻ സെക്കൻഡ്സ് ചേച്ചി അത് ഏതാ ഫിലിം എടുത്തിട്ട് പറയണോ? റെഡിയാണോ? ഓക്കെ, വേറെ നിവർത്തിയില്ലല്ലോ. ഗോപിക കഥാനായകൻ. നിമ്മി. അപ്പൊ നാൻസി വർണ്ണപ്പോയിട്ട്. ഇന്ദു കാരുണ്യം. രേവതി. രേവതി സൂര്യപുത്രനാണോ? അല്ല, ഞാൻ പറയില്ല, ക്ലൂ തരാൻ വേണമെങ്കിൽ രണ്ടു വാക്കുണ്ട്. ആതിര ഇത് കല്യാണ സൗന്ദര്യം. അത് പിന്നെ മറക്കില്ല, അത് ഫസ്റ്റ് വൺ ആണല്ലോ. ആനി. പിന്നെ ദിവ്യൗണ്ണി. അത് നിറം. പിന്നെ ഇത് മുസാഫിർ. ആൻഡ് തങ്ക ഭസ്മക്കുറിയിട്ട് തമ്പുരാട്ടി.
അതെന്താ അത്? ഐ മീൻ അതായത് ദിവ്യ ഉണ്ണിയായിട്ട് തന്നെ കുറെ സിനിമയിൽ അഭിനയിച്ചു അല്ലെ, 2-3 സിനിമയിൽ അതെ, അഭിനയിക്കാൻ അതെ, പറ്റി. അതെ. Yeah, അത് yeah, വലിയ yeah, yeah, അത് ആ yeah. നിറത്തില് ദിവ്യ ഉണ്ണിയുടെ വരവും ഭയങ്കര സംഭവമായിരുന്നു. അവർക്ക് വന്നിട്ട് അത് ഇവിടെ ഗിഫ്റ്റ്. തന്നെ ബീമേല് അതൊരു നല്ല മെമ്മറി ആയിരുന്നു ആക്ച്വലി. അതിന്റെ അപ്പോഴാണ് ഈ പ്രൊമോഷൻ ഒക്കെ തുടങ്ങുന്നത്. സോ അപ്പൊ കമൽ സാർ കോളേജിൽ വന്നിട്ടാണ് നമ്മള് കുറച്ച് ഫ്രണ്ട്സിന്റെ കൂടെയാണ് നമ്മൾ ഈ കോളേജ് എന്താ പറയാ കോളേജിൽ നിന്ന് നിറം കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്റ്റേറ്റ്മെന്റ്സ് എടുക്കില്ലേ, അതെ, അതൊക്കെ നമ്മൾ ചെയ്ത ഓർമ്മയുണ്ട്. ഐ വാസ് പാർട്ട് ഓഫ് ദ എന്താ പറയാ ഈ അത് കമന്റ്. ഭയങ്കര വലിയൊരു ഹിറ്റായ സിനിമ, Yes. അതിലെ ഒരു സെലിബ്രിറ്റി ആയിട്ട് അല്ലെ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ക്യാരക്ടേഴ്സ്. ഇനി നമുക്ക് വേറെ റാപ്പിഡ് ഫയർ ആണ്. ചേച്ചി അഭിനയിച്ച് വളരെ ഹിറ്റായി മലയാളികൾ എല്ലാവരും ഹൃദയത്തിനോട് ചേർത്ത് നിർത്തുന്ന കുറച്ച് പാട്ടുകളുണ്ട്, നെഞ്ചേറ്റുന്ന പാട്ടുകൾ. അപ്പൊ ആ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ ചേച്ചിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മൊമെന്റ്സ്, അതിന്റെ ഷൂട്ടിങ്ങിലെ മെമ്മറബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഒന്ന് ഞങ്ങളോട് ഷെയർ ചെയ്യണം. സോ ഒത്തിരി സ്വപ്നങ്ങൾ, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. ഒത്തിരി സ്വപ്നങ്ങൾ. അത്ര തിരക്കുള്ള ട്രിവാൻഡ്രം റോഡുകളിലൂടെ ഓടിച്ചുകൊണ്ട് വണ്ടി പോകണം. ഓടിച്ചു പോകുന്നു, ഒരു ഗാങ്സ്റ്ററിനൊക്കെ പോലെ അല്ലേ? ഇറ്റ് വാസ് നല്ല ഒരു എന്താ പറയാ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അതുവരെ അങ്ങനെ പബ്ലിക്കായിട്ട് റോഡിൽ കുറെ ഇങ്ങനെ ഓടിക്കാനൊന്നും പറ്റില്ല, ഇതെല്ലാം നിർത്തി വെച്ചിരിക്കല്ലേ. അപ്പൊ എനിക്ക് മാത്രം റോഡ് സ്വന്തം. രാജാവായി തലസ്ഥാന നഗരിയിലെ അതെ, അതെ, അതെ. വീതികളിലൂടെ. Yeah. ഓക്കെ, മാണിക്യക്കല്ലാൽ. മാണിക്യക്കല്ലാൽ അതിന്റെ ഷോർട്സ് എനിക്ക് അറിയണ്ടായിരുന്നില്ല. എനിക്ക് പാട്ട് അവസാനം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇത് 2 പേരുണ്ട്. അതായത് ഒരു പേര് ഡ്രീം, ഒരു പേര് റിയൽ. ഇവര് സ്വപ്നം കാണുന്നത് അത് പിന്നീടാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് നോക്കി പാടിയില്ലേ, പിന്നെ നമ്മൾ എന്താ ഇങ്ങോട്ട് നോക്കി പാടണം, ഇതെന്താ ഇത് ഇങ്ങനെ അത് അങ്ങനെ. മലയാളികളെ അതൊരു ഡിഫറെന്റ് ആയിരുന്നു, വളരെ ഡിഫറെന്റ് അതെ, ആയിരുന്നു. അതെ, അതെ, അതെ. Yeah. ഓക്കെ, പിന്നെ പഞ്ചവർണ്ണക്കുളിര്. അത് ഇന്നസെന്റ് അങ്കിളിന്റെ തമാശകളും, ബിക്കോസ് അത് മുഴുവൻ മോണ്ടാജ് ഷോർട്സ് ആണ്. സോ നമ്മള് എന്താ പറയാ ഷോർട്ടൊക്കെ എടുക്കണമെന്നേ ഉള്ളൂ. ഇത് ഇവരുടെ ഈ തമാശയും കാര്യങ്ങളൊക്കെയാണ് ഡെഫിനറ്റ്ലി ഹിം. കോവിലനും കണ്ണകിയും. അത് കുറച്ചൊക്കെ കൊറിയോഗ്രാഫി എന്നെ കൊണ്ട് പിന്നെ ഞങ്ങൾ ചെയ്യിപ്പിച്ചിരുന്നു. ഇടയ്ക്കുള്ള കുറച്ച് സോളോ, പിന്നെ മയൂരിയെ അതേ കൊറിയോഗ്രാഫി ഞാൻ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അത് പറഞ്ഞപ്പോഴാ, ലൈക് ബീങ് എ ഡാൻസർ, ഹു വാസ് യുവർ ഫേവറേറ്റ് കൊറിയോഗ്രാഫർ ഇൻ സിനിമ? യു മൈറ്റ് ഹാവ് വർക്ക്ഡ് വിത്ത് കല മാസ്റ്റർ, ശാന്തി മാസ്റ്റർ, വൃന്ദ മാസ്റ്റർ, അവരൊക്കെ സോ മെനി. ഞാൻ ഒരുപാട് ഷോസ് അന്നേരം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ പിക്ക് വൺ. എവരിബഡി വളരെ എൻഡിയറിംഗ് മെമ്മറീസ്. നെക്സ്റ്റ് സോങ് ഇസ് കുക്കു കുക്കു കുയിലേ. അതും അതിലെ കോസ്റ്റ്യൂംസ് ആൻഡ് ലൊക്കേഷൻ. പിന്നെ അതിലും ഉണ്ട് ഒരു ആട് എൻ്റെ കഴുത്തിന്റെ മേലെ. സോ ഐ വാസ് ഡൂയിങ് ഐ സ്റ്റിൽ റിമെമ്പർ ആ ആയിരമേനിയിൽ ചെറുപ്പക്കാലം അഭിനയിക്കുമ്പോ അത് ആട് ഫുള്ളുണ്ട്. അത് എൻ്റെ വളർത്ത് ആ സോങ്ങിൽ ഫുള്ളുണ്ട്. ആ ഒരു ടേക്ക് ഒരു 6-7 ടേക്ക്, കാരണം ഈ ആട് കിടന്ന് പിടയ്ക്കും. അപ്പൊ നമ്മള് ചാടും, നമ്മളും ഷിവർ ചെയ്യാൻ പാടില്ല. എന്നിട്ട് അപ്പൊ ദിവ്യ ചേച്ചി അത് മാനേജ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് സെറ്റിലെ ചേട്ടന്മാരൊക്കെ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് യു ആർ പ്ലേയിങ് ദ യങ്ങർ റോൾ ഓഫ് ദിവ്യ ചേച്ചി. അതും ഐ വി ശശി സാറിന് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പൊ ദേഷ്യം വരാണ്ടൊക്കെ വേണം മാനേജ് ചെയ്യണം. കഴുതക്കുട്ടിന്ന് അതല്ലേ ദേഷ്യം വന്ന അപ്പ സാറ് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് കഴുതക്കുട്ടി. അപ്പൊ കഴുതക്കുട്ടി എന്നുള്ള വിളി കേൾക്കാണ്ട് പക്ഷെ അവര് നമ്മളോട് റിയഷർ ചെയ്യാ, ആരൊക്കെ കഴുതക്കുട്ടിന്ന് കേട്ടിട്ടുണ്ടോ അവരൊക്കെ വലിയ ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആയിട്ടുണ്ട് എന്നാണ് പറയാറുള്ളത്. അത് സ്നേഹമുള്ളിടത്തെ അങ്ങനെ വിളിക്കുള്ളൂ, ഇല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം എടുക്കില്ല എന്ന് പറയാം. സോ ഐ ന്യൂ ദാറ്റ്. പിന്നെ അനു വളരെ ക്ലോസ് ഫ്രണ്ട് ആണ് സാറിന്റെ മോള്. അന്ന് നമ്മൾ വലിയ കമ്പനിയായിരുന്നു. അപ്പൊ ഐ ന്യൂ ദാറ്റ് സൈഡ് ഓഫ് ഹിം ഓൾസോ, ദാറ്റ് യു നോ. ആൻഡ് ഓഫ് കോഴ്സ് സുന്ദരിയെ സുന്ദരിയെ അത് മറവത്തൂർ കണ്ണവന് ഹിറ്റ് സോങ് ആയിരുന്നു. രാത്രിയാണ്, ഫുൾ നൈറ്റ് ഷൂട്ടിംഗ് ആയിരുന്നു. ആൻഡ് അതിന്റെ മെമ്മറീസ് എന്താ കളറാണ്. എനിക്ക് അത് പറയുമ്പോൾ കളറാണ് ഓർമ്മ വരുന്നത്. തമിഴ് മലയാളം കൾച്ചർ അല്ലെ, ആ ഒരു ഹൈബ്രിഡ് കൊണ്ടുവന്ന ഒരു സോങ് ആയിരുന്നു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഡാൻസിങ് നമ്പർ. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ എല്ലാവരുടെയും എക്കാലത്തെയും ഫേവറേറ്റ് വെണ്ണിലാ കുമ്പിലെ. കണ്ണെഴുതണത്, അതിൽ ആ കണ്ണെഴുതണ സീനാണ് അതിന്റെ സോങ്ങിന്റെ ലീഡ് സീൻ. സോ അതാണ് ഓർമ്മ. ഡിഫറെന്റ് തിങ്. അങ്ങനെ ചേട്ടൻ കണ്ണെഴുത്തന്നാലേ അങ്ങനത്തെ ദ ഹോൾ സീക്വൻസ് എന്താ ആ ഒരു സ്ക്രിപ്റ്റ് വാസ് വെരി ടച്ചിങ്. അത് എല്ലാവരും ആ ഒരു സോങ് കാണുമ്പോൾ അല്ലെങ്കിൽ ആ സിനിമ കാണുമ്പോൾ ഒന്ന് നമ്മുടെ കണ്ണറിയാണ്ട് നിറയും അല്ലെ, അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ്. അതെ, ആർദ്രമാവും നമ്മുടെയൊക്കെ മനസ്സ്. എല്ലാം വളരെ നന്നായിട്ട് ഉത്തരം പറഞ്ഞു. അപ്പൊ അതിന് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ വക ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട് ചേച്ചിക്ക്. നമ്മുടെ പറക്കാട് ജ്വൽസിന്റെ
ഒരു നല്ല സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട്. ഫറക്കാട് ജുവൽസിന്റെ ഒരു ഓർണമെന്റ് Oh, thank you ബോക്സ് so ആണ്. much. Thank സോ you. ഫോർ ബീയിങ് വിത്ത് us, ഫോർ ടോക്കിംഗ് at length about various things, it was definitely inspiring. Thank very you. insightful ആയിരുന്നു. ഒരു കൊറിയോഗ്രാഫർ, ഒരു മദർ, ഒരു ഡാൻസർ, ഒരു ആക്ടർ അല്ലേ. ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി a few moments which I would definitely cherish in my life. Thank you. So It was lovely meeting you after so long. And അമ്മയോട് എൻ്റെ അന്വേഷണം പറയൂ, പ്രത്യേക തീർച്ചയായിട്ടും. സ്നേഹം പറയൂ. ഒരുപാട് സന്തോഷം ചേച്ചി. ഇനിയും മലയാളി പ്രേക്ഷകർ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കണം. ഇനി എനിക്കറിയാം നമ്മുടെ പ്രേക്ഷകർ എന്താ അത് ചോദിക്കാത്തതെന്നായിരിക്കും അവർ മനസ്സിൽ വിചാരിക്കുന്നത്. വിൽ ദെയർ ബി എ കം ബാക്ക്? ഇസ് ദെയർ എ കം ബാക്ക് ഓർ ഡു യു വിഷ് ടു കം ബാക്ക് ഇൻ സർട്ടൻ വേ? Let's wait and watch. Let's see where time and the cinema takes us. നോക്കാം. Hope to see you again on silver screen Thank very you so soon. Thank you. Thank you, ചേച്ചി. Thank you. Thank you so much. Thank you. Thank you.